വിഴിഞ്ഞം തുറമുഖത്ത് ബേർത്ത് ചെയ്യുന്ന കപ്പലുകളുടെ എണ്ണം 1000-ലെത്തി. MSCയുടെ മദർഷിപ്പ് ലൂസിയാനയാണ് വിഴിഞ്ഞത്തെത്തിയത്. ആദ്യ കപ്പലെത്തി 2 വർഷം പൂർത്തിയാകും മുൻപെയാണ് ഈ സുപ്രധാന നാഴികക്കല്ല് വിഴിഞ്ഞം തുറമുഖം പിന്നിടുന്നത്. റിനു ശ്രീധർ വിശദാംശങ്ങളുമായി. റിനു, അങ്ങനെ 1000-ാമത്തെ കപ്പൽ ബേർത്ത് ചെയ്തിരിക്കുകയാണ് വിഴിഞ്ഞത്ത്. അനുജ, നമ്മുടെ അഭിമാനമായിട്ടുള്ള വിഴിഞ്ഞം തുറമുഖം, ഈ വിഴിഞ്ഞം തുറമുഖത്ത് 1000-ാമത്തെ കപ്പൽ എത്തിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. അതാ നോക്കൂ, അങ്ങ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ സമീപത്തായി ഇപ്പോൾ ടഗ് ബോട്ടുകളുടെ നിയന്ത്രണത്തിൽ MS ലൂസിയാന തീരമണയുകയാണ്. ഇപ്പോൾ നമുക്ക് ഔദ്യോഗികമായി ഇവർ വാട്ടർ സല്യൂട്ട് നൽകുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഔദ്യോഗികമായി വാട്ടർ സല്യൂട്ട് നൽകി ഈ ബെർത്ത് ചെയ്യുവാൻ വേണ്ടി, അല്ലെങ്കിൽ ബെർത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ആദ്യ കപ്പൽ വിഴിഞ്ഞം തുറമുഖത്തെത്തി 713-ാമത്തെ ദിവസമാണ് 1000-ാമത്തെ കപ്പൽ എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് 2 വർഷം പോലും തികഞ്ഞില്ല. അതിനു മുന്നോടിയായി തന്നെ 1000-ാമത്തെ കപ്പൽ എത്തുന്നു എന്നുള്ളതാണ്. MSCയുടെ മദർഷിപ്പായിട്ടുള്ള ലൂസിയാനയാണ് ഈ തീരമണഞ്ഞിരിക്കുന്നത്. ഈ 2024 ജൂൺ 13-നാണ് നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചത്. മെക്സിക്കിന്റെ സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞം തുറമുഖത്തിൽ അന്ന് നങ്കൂരമിടുകയും ചെയ്തു. ആ ദിവസത്തെ നമ്മൾ കൂട്ടി നോക്കുമ്പോൾ 713-ാമത്തെ ദിവസം തന്നെ 1000 കപ്പൽ വിഴിഞ്ഞത്തെത്തിക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ദൃശ്യത്തിൽ കാണാം. ഏകദേശം 3 മണിയോട് കൂടിയാണ് ഈ തീരത്തേക്ക് എത്തിത്തുടങ്ങിയത് MSC ലൂസിയാന. അവിടെ നിന്ന് ടഗ് ബോട്ടുകളുടെ നിയന്ത്രണത്തിൽ ഇപ്പോൾ തീരത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഏകദേശം തീരത്ത് അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നത്. ഔദ്യോഗികമായിട്ടുള്ള വാട്ടർ സല്യൂട്ടൊക്കെ തന്നെ നൽകിക്കൊണ്ട് ഈ തീരത്തേക്ക് MS ലൂസിയാനയെ കൊണ്ടുവരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ദക്ഷിണേന്ത്യൻ തുറമുഖങ്ങളിൽ ചരക്ക് നീക്കത്തിൽ 1-ാം സ്ഥാനത്താണ് വിഴിഞ്ഞം തുറമുഖം എന്നുള്ളതിൽ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു അഭിമാന നിമിഷം കൂടിയാണ് നമുക്ക് ഈ കാഴ്ച പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുവാൻ വേണ്ടി കഴിയുന്നത്. ഇതുവരെ ഇന്ത്യൻ തീരത്ത് അടുക്കാനാവാത്ത വമ്പൻ കപ്പലുകളെല്ലാം തന്നെ വിഴിഞ്ഞത്ത് എത്തിയതായിട്ടുള്ള കാര്യവും നമുക്ക് അറിയാവുന്നതാണ്. എന്തായാലും ഇപ്പോൾ MSC ലൂസിയാന കൂടി ഇതാ വിഴിഞ്ഞത്തേക്ക് തീരമണഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് കണ്ടെയ്നറുകളുമായി. പക്ഷേ ഈ കണ്ടെയ്നറുകൾ റോഡ് മാർഗം കൊണ്ടുപോകുന്നതിനുള്ളൊരു സംവിധാനമൊക്കെ നിലവിൽ ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കി ഈ റോഡ് മാർഗം വഴി കണ്ടെയ്നറുകൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയൊക്കെ തന്നെ വിഴിഞ്ഞത്ത് ആരംഭിക്കും എന്നുള്ളതാണ്. എന്തായാലും വിഴിഞ്ഞത്തിന്റെ 2-ാം ഘട്ട നിർമ്മാണം ഉൾപ്പെടെ ഇപ്പോൾ ആരംഭിച്ചിട്ടും ഉണ്ട്. 1000-ാമത് കപ്പലാണ് ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയിരിക്കുന്നത്. 2 വർഷം ആകുന്നതേ ഉള്ളൂ. അതിന് മുൻപ് തന്നെയാണ് ഇങ്ങനെ ഒരു നാഴികക്കല്ലിലേക്ക് വിഴിഞ്ഞം തുറമുഖം എത്തിയത്. MSC ലൂയിസിയാന എന്ന കപ്പലാണ് അവിടെ എത്തിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.